2017 ഡിസംബറിൽ നടന്ന കേഡറ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ് പരീക്ഷയിലെ ചോദ്യം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ സൂര്യോച്ച ദിനം ഏതാണ്? സൂര്യോച്ച ദിനം അഥവാ അപ്ഹീലിയൻ ഏതാണ് എന്നാണ് ചോദ്യം. എ ജൂലൈ 4, ബി ജനുവരി 3, സി ഡിസംബർ 22, ഡി ജൂൺ 21. ഇനി നമുക്ക് 2013 സെപ്റ്റംബറിൽ നടന്ന പരീക്ഷയിലെ ഒരു ചോദ്യം നോക്കാം. 45ാമത്തെ ചോദ്യമാണ്. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലത്തിൽ വരുന്ന ദിവസം ഏതാണ്? ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലത്തിൽ വരുന്ന ദിവസം ഏതാണ്? എ ജൂൺ 3, ബി ഡിസംബർ 4, സി ജൂലൈ 4, ഡി ജനുവരി 3. 2019 നവംബറിൽ നടന്ന പരീക്ഷയിലെ ചോദ്യം 60ാമത്തെ ചോദ്യമാണ്. ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ്. ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനമാണ്. എ ജനുവരി 3, ബി ജൂലൈ 4, സി മാർച്ച് 21, ഡി സെപ്റ്റംബർ 23. ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എലിപ്റ്റിക്കൽ ഓർബിറ്റ് അഥവാ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാര പഥത്തിലൂടെ അഥവാ ഓർബിറ്റിലൂടെയാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്കത് കാണാം. അതിന്റെ ഈ ഓർബിറ്റിന്റെ 2 സൈഡുകൾ ഇങ്ങനെ അല്പം വലിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഓർബിറ്റിലൂടെയാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ സൂര്യന്റെ വളരെ അടുത്തേക്ക് ഭൂമി വരും. ചിലപ്പോൾ സൂര്യനിൽ നിന്നും വളരെ അകലേക്കും ഭൂമി പോകും. ഇത് ഈ രീതിയിലുള്ള എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയുള്ള പരിക്രമണത്തിന്റെ ഫലമായി ഉണ്ടാവുന്നതാണ്. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസത്തെ പെരിഹീലിയൻ എന്നാണ് പറയുക. മലയാളത്തിൽ സൂര്യ സമീപകം എന്ന് പറയും. ജനുവരി 3-ാം തീയതിയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അന്ന് സൂര്യനും ഭൂമിയും തമ്മിൽ 147 ദശലക്ഷം കിലോമീറ്റർ അകലമാണ് ഉണ്ടാവുക. സൂര്യനിൽ നിന്ന് ഭൂമി ഏറ്റവും അകലേക്ക് പോകുന്ന ദിവസമാണ് അപ്ഹീലിയൻ. മലയാളത്തിൽ സൂര്യോച്ഛം എന്ന് പറയും. ജൂലൈ 4-ാം തീയതിയാണ് അത് സംഭവിക്കുന്നത്. അന്ന് സൂര്യനും ഭൂമിയും തമ്മിൽ 152 ദശലക്ഷം കിലോമീറ്റർ അകലമാണ് ഉണ്ടാവുക. 2018 ഒക്ടോബറിൽ നടന്ന പരീക്ഷയിലെ ചോദ്യം 43. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് സംബന്ധിച്ച ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് സംബന്ധിച്ച ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? എ ഭ്രമണപഥത്തിന്റെ തലത്തിൽ നിന്നും 23.5 ഡിഗ്രി, ബി ഭ്രമണപഥത്തിന്റെ തലത്തിൽ നിന്നും 66.5 ഡിഗ്രി, സി ഭ്രമണപഥത്തിന്റെ ലംബത്തിൽ നിന്നും 66.5 ഡിഗ്രി, ഡി ഭൂമധ്യരേഖയുടെ തലത്തിൽ നിന്നും 23.5 ഡിഗ്രി. ഭൂമിക്ക് ഒരു അച്ചുതണ്ടുണ്ട്, ഒരു ആക്സിസ്. ഈ ആക്സിസിന് അല്പം ചെരിവുണ്ട്. അത് പരിക്രമണ തലത്തിൽ നിന്ന് അഥവാ ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് നമ്മൾ അളന്നു നോക്കുകയാണെങ്കിൽ 66.5 ഡിഗ്രി ചെരിവുണ്ട്. ഇവിടെ ചിത്രത്തിൽ നമുക്ക് കാണാം 66.5 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തിയേ കാണാം. ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് അഥവാ പരിക്രമണ തലത്തിൽ നിന്ന് 66.5 ഡിഗ്രി ചെരിവുണ്ട് ആ ആക്സിസിന് അഥവാ ആ അച്ചുതണ്ടിന്. ഇനി നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് അഥവാ ലംബതലത്തിൽ നിന്ന് നമ്മൾ അളന്നു നോക്കുകയാണെങ്കിൽ 23.5 ഡിഗ്രി ചെരിവുണ്ട് എന്നും കാണാം. അതും നമുക്ക് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയത് കാണാവുന്നതാണ്. ഈ ചെരിവ്, ഈ ആക്സിസിന്റെ, ഈ അച്ചുതണ്ടിന്റെ ചെരിവ് ഭൂമിയിൽ കാലാവസ്ഥകൾ മാറി മാറി വരുന്നതിന് കാരണമാകുന്നു. 2018 ജൂണിൽ നടന്ന പരീക്ഷയിലെ ചോദ്യം 54. ഋതുക്കൾ ഉണ്ടാകുന്നതിന് കാരണമല്ലാത്തത് ഏതാണ്? ഋതുക്കൾ ഉണ്ടാകുന്നതിന് കാരണമല്ലാത്തത് ഏതാണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഫോർ സീസൺസ്? എ ഭൂമിയുടെ അച്ചുതണ്ടിലെ ചെരിവ്, ബി സൂര്യന്റെ അയനം, സി ഭൂമിയുടെ പരിക്രമണം, ഡി ഭൂമിയുടെ ഭ്രമണം. ഇതിൽ ഋതുക്കൾ ഉണ്ടാകുന്നതിന് കാരണമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം.
2020 ഡിസംബറിൽ നടന്ന പരീക്ഷയിലും ഇതേ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകമേതാണ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകമേത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഈസ് നോട്ട് എ റീസൺ ഫോർ സീസൺസ്? എ. ഭൂമിയുടെ പരിക്രമണം, റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. ബി. ഭൂമിയുടെ ഭ്രമണം, റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. സി. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ്, ടിൽറ്റ് ഓഫ് ദി എർത്ത് ആക്സിസ്. ഡി. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത, പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെ, അഥവാ സീസണിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെ എന്നതിന് 4 കാരണങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന്, ഭൂമിയുടെ പരിക്രമണം അഥവാ റെവല്യൂഷൻ. ഭൂമി ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അഥവാ ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഓർബിറ്റിലൂടെയാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ടിൽറ്റ് ഓഫ് ആക്സിസ്, അഥവാ ഭൂമിയുടെ അച്ചുതണ്ടിന് ചെരിവുണ്ട്. അതിന്റെ ചെരിവ് എത്രയാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. മൂന്നാമതായിട്ട് പാരലലിസം ഓഫ് ആക്സിസ്, ഈ അച്ചുതണ്ടിന്റെ സമാന്തരത, അഥവാ ഈ അച്ചുതണ്ടിന്റെ ചെരിവ് ഈ പരിക്രമണ വേളയിൽ ഉടനീളം അത് നിലനിർത്തുന്നുണ്ട്. അതൊരിക്കലും നേരെയാവുന്നില്ല, എപ്പോഴും ഇങ്ങനെ ചെരിഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. അതിനെയാണ് അച്ചുതണ്ടിന്റെ സമാന്തരത അഥവാ പാരലലിസം ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്. നാലാമത്തെ കാരണം സൂര്യന്റെ അയനം അഥവാ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. അതായത് സൂര്യൻ ഉത്തരായന രേഖയിലേക്ക് അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കും ദക്ഷിണായന രേഖയിലേക്ക് അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കും ഇങ്ങനെ നീങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അത് ഭൂമിയുടെ ഈ ചെരിവ് കാരണത്താലാണ്, അഥവാ പാരലലിസം ഓഫ് ആക്സിസ് കാരണത്താലാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഈ 4 കാരണങ്ങളാണ് ഭൂമിയിൽ സീസണുകൾ മാറി മാറി വരുന്നതിനുള്ളത്. ഭൂമിയുടെ പരിക്രമണം അഥവാ റെവല്യൂഷൻ, അച്ചുതണ്ടിന്റെ ചെരിവ് അഥവാ ടിൽറ്റ് ഓഫ് ആക്സിസ്, 3 അച്ചുതണ്ടിന്റെ സമാന്തരത അഥവാ പാരലലിസം ഓഫ് ആക്സിസ്, 4ാമതായി സൂര്യന്റെ അയനം അഥവാ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. 2019 ഫെബ്രുവരിയിൽ വന്ന ചോദ്യം നോക്കാം. ചോദ്യം നമ്പർ 37. സമരാത്ര ദിനങ്ങളെ സൂചിപ്പിക്കുന്ന ജോഡി ഏതാണ്? സമരാത്ര ദിനങ്ങളെ സൂചിപ്പിക്കുന്ന ജോഡി ഏതാണ്? എ. മാർച്ച് 21 ജൂൺ 21. ബി. ജൂൺ 21 സെപ്റ്റംബർ 23. സി. സെപ്റ്റംബർ 23 ഡിസംബർ 22. ഡി. മാർച്ച് 21 സെപ്റ്റംബർ 23. 2019 ജൂണിൽ നടന്ന പരീക്ഷയിലെ ചോദ്യം. ചോദ്യം 51. ഡിസംബർ 22 അറിയപ്പെടുന്നത് എ. സൂര്യ സമീപകം. ബി. സമരാത്രം. സി. ഗ്രീഷ്മ അയനാന്തം. ഡി. ശൈത്യ അയനാന്തം. 2018 ഒക്ടോബറിൽ നടന്ന പരീക്ഷയിൽ വന്ന ചോദ്യം. ചോദ്യം 41. ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ഭൂമിക്ക് ആപേക്ഷികമായ സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? ഗ്രീഷ്മ അയനാന്ത ദിനത്തിൽ ഭൂമിക്ക് ആപേക്ഷികമായ സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? എ. ഭൂമധ്യരേഖ. ബി. ഉത്തരായന രേഖ. സി. ദക്ഷിണായന രേഖ. ഡി. ദക്ഷിണാർദ്ധഗോളം. മാർച്ച് 21-ാം തീയതി സൂര്യൻ ഇക്വേറ്ററിന്റെ അഥവാ ഭൂമധ്യരേഖയുടെ നേർമുകളിലായിരിക്കും ഉണ്ടാവുക. മാർച്ച് 21-ാം തീയതി. അന്ന് ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളത്തിലും പകലിന്റെ ദൈർഘ്യം തുല്യമായിരിക്കും. കാരണം സൂര്യൻ ഒത്ത നടുവിലാണ്, ഭൂമധ്യരേഖയുടെ നേർമുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് 2 ഹെമിസ്ഫിയറുകളിലും അഥവാ 2 അർദ്ധഗോളങ്ങളിലും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും പകലിന്റെ ദൈർഘ്യം തുല്യമായിരിക്കും. ആ ദിവസം അറിയപ്പെടുന്നത് ഇക്വിനോക്സ് എന്നാണ്, അഥവാ സമരാത്ര ദിനം അഥവാ വിഷുവം എന്നാണ് അറിയപ്പെടുന്നത്. ശേഷം സൂര്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് നീങ്ങുകയാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് അയനം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ സൂര്യൻ ചലിക്കുന്നില്ല എന്ന് നമുക്കറിയാം. സൂര്യൻ അല്ല ചലിക്കുന്നത്,
ഭൂമിയുടെ അച്ചുതണ്ടിന്റെ പ്രത്യേക രീതിയിലുള്ള ചെരിവും ഭൂമിയുടെ പരിക്രമണവും കാരണം നമുക്ക് അങ്ങനെ തോന്നുകയാണ് എന്നൊക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചു. അതുകൊണ്ട് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന കാര്യമൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് സൂര്യൻ ചലിക്കുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. സൂര്യൻ അങ്ങനെ ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് നീങ്ങുകയാണ്. പിന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ അഥവാ ഉത്തരായന രേഖയുടെ നേർമുകളിൽ സൂര്യൻ എത്തിച്ചേരും കൃത്യം 3 മാസം കഴിയുമ്പോൾ. മാർച്ച് 21-നാണ് ഭൂമധ്യരേഖയുടെ മുകളിൽ ഉണ്ടായിരുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ 21-ാം തീയതി കൃത്യം 3 മാസം കഴിയുമ്പോൾ ജൂൺ 21-ാം തീയതി സൂര്യൻ ഉത്തരായന രേഖയുടെ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ നേർമുകളിലെത്തും. ആ ദിവസം അറിയപ്പെടുന്നത് സമ്മർ സോൾസ്റ്റൈസ് എന്നാണ്. സമ്മർ സോൾസ്റ്റൈസ് മലയാളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. ഗ്രീഷ്മ അയനാന്ത ദിനം. അന്നത്തെ പ്രത്യേകത നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അന്നായിരിക്കും. ഏറ്റവും ദൈർഘ്യമുള്ള നോർത്തേൺ ഹെമിസ്ഫിയറിലെ അഥവാ ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അന്നായിരിക്കും. അന്ന് പകൽ 12 മണിക്കൂറിലേറെ 13 മണിക്കൂറൊക്കെ ഉണ്ടാകും. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിലോ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രി അന്നായിരിക്കും. അതാണ് സമ്മർ സോൾസ്റ്റൈസിന്റെ പ്രത്യേകത. ശേഷം സൂര്യൻ ഇക്വേറ്ററിലേക്ക് തന്നെ ഭൂമധ്യരേഖയിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഭൂമധ്യരേഖയിൽ എത്തിച്ചേരാൻ 3 മാസം എടുക്കും. ജൂൺ 21-നാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് സൂര്യൻ പുറപ്പെടുന്നത്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 23-ന് സൂര്യൻ ഭൂമധ്യരേഖയുടെ മുകളിൽ എത്തിച്ചേരും. അവിടെ നമ്മൾ ഓർക്കേണ്ടത് സെപ്റ്റംബർ 21 അല്ല, സെപ്റ്റംബർ 23-ആണ്. മറ്റേതൊക്കെ 21-ആയിരുന്നു. മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23-ആണ്. സെപ്റ്റംബർ 23-ന് സൂര്യൻ ഭൂമധ്യരേഖയുടെ മുകളിൽ എത്തിച്ചേരുന്നു. ആ ഭൂമധ്യരേഖയുടെ മുകളിൽ എത്തിച്ചേരുന്ന ദിവസം നേരത്തെ മാർച്ച് 21-ന് എന്താണോ സംഭവിച്ചിരുന്നത് അതുപോലെ തന്നെ സംഭവിക്കും. രണ്ട് ഗോളങ്ങളിലും 2 അർദ്ധഗോളങ്ങളിലും അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും അന്ന് പകലിന്റെ ദൈർഘ്യം തുല്യമായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് മാർച്ച് 21 മുതൽ ഈ സെപ്റ്റംബർ 23 വരെ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരുന്നു. അതിങ്ങനെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് നീങ്ങി അഥവാ ഉത്തരായന രേഖയിലേക്ക് നീങ്ങി പിന്നെ അത് വീണ്ടും ഭൂമധ്യരേഖയിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അഥവാ ഇത്രയും കാലയളവ് മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരുന്നു. അതുകൊണ്ട് ഈ കാലയളവ് ഇത്രയും കാലം ആ ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലമായിരുന്നു. മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെ. ദക്ഷിണാർദ്ധഗോളത്തിൽ അത്രയും കാലം ശൈത്യകാലവുമായിരുന്നു. ഇനി സെപ്റ്റംബർ 23 മുതൽ സൂര്യൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് അഥവാ ദക്ഷിണായന രേഖയിലേക്ക് നീങ്ങുകയാണ്. 3 മാസം കഴിയുമ്പോഴാണ് സൂര്യൻ ഈ രേഖയുടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖയുടെ മുകളിൽ സൂര്യൻ എത്തുന്നത് കൃത്യം 3 മാസം കഴിയുമ്പോഴാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ 22-ന് സൂര്യൻ ഈ ദക്ഷിണായന രേഖയുടെ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേർമുകളിലെത്തും. ആ ദിവസം അറിയപ്പെടുന്നത് വിന്റർ സോൾസ്റ്റൈസ് എന്നാണ്. വിന്റർ സോൾസ്റ്റൈസ്. സമ്മർ സോൾസ്റ്റൈസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി ജൂൺ 21-നാണ്. ഡിസംബർ 22-നാണ് വിന്റർ സോൾസ്റ്റൈസ്. അന്ന് മലയാളത്തിൽ അന്ന് ശൈത്യ അയനാന്ത ദിനം എന്നാണ് പറയുക. ശൈത്യ അയനാന്ത ദിനം. അന്ന് ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള പകലായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അന്നായിരിക്കും. 2014 സെപ്റ്റംബറിൽ വന്ന ചോദ്യം 60ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഈസ് എ 82 ഡിഗ്രി 30 സെക്കൻഡ് പടിഞ്ഞാറ്, ബി 82 ഡിഗ്രി 30 സെക്കൻഡ് കിഴക്ക്, സി 82 ഡിഗ്രി 30 സെക്കൻഡ് വടക്ക്, ഡി 82 ഡിഗ്രി 30 സെക്കൻഡ് തെക്ക്. 2019 ജൂണിൽ വന്ന ചോദ്യം. ഇന്ത്യയുടെ മാനക രേഖാംശമാണ്
ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ഈസ് എ 68 ഡിഗ്രി 7 സെക്കൻഡ് കിഴക്ക്, ബി 97 ഡിഗ്രി 25 സെക്കൻഡ് കിഴക്ക്, സി 82 ഡിഗ്രി 30 സെക്കൻഡ് കിഴക്ക്, ഡി 83 ഡിഗ്രി 30 സെക്കൻഡ് പടിഞ്ഞാറ്. 2019 ഫെബ്രുവരിയിലെ ചോദ്യം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും ഗ്രീനിച്ച് സമയവും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും ഗ്രീനിച്ച് സമയവും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്? എ 15 മിനിറ്റ്, ബി 12 മണിക്കൂർ, സി 5 മണിക്കൂർ 30 മിനിറ്റ്, ഡി 1 മണിക്കൂർ. 2018 ജൂണിലെ ചോദ്യം. 46. ഗ്രീനിച്ച് സമയം 11 AM ആയിരിക്കെ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? ഗ്രീനിച്ച് സമയം 11 AM ആയിരിക്കെ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? എ 4:30 PM, ബി 4:30 AM, സി 5:30 AM, ഡി 5:30 PM. സ്റ്റാൻഡേർഡ് മെറിഡിയൻ, സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നാൽ മാനക രേഖാംശം, സ്റ്റാൻഡേർഡ് ടൈം എന്നാൽ മാനക സമയം. സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്നാൽ ലോകത്തിലെ ഓരോ രാജ്യവും ആ രാജ്യത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് കണക്കാക്കുന്നു, അഥവാ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നു. ആ രാജ്യത്തിന് മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖയാണ്. ആ രേഖ കടന്നു പോകുന്ന പ്രദേശത്ത് എന്താണോ സമയം, അതാണ് ആ രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ടൈം. നമുക്ക് ഇന്ത്യയിലേക്ക് നോക്കാം. ഇന്ത്യയുടെ മാപ്പാണ് നമ്മൾ കാണുന്നത്. ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക് ഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. 68 ഡിഗ്രി ഈസ്റ്റ്, 97 ഡിഗ്രി ഈസ്റ്റ് എന്നീ 2 രേഖാംശ രേഖകളുടെ ഇടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇത് രണ്ടിൻ്റെയും ഏതാണ്ട് ഒത്ത നടുവിലായ 82.5 ഡിഗ്രി ഈസ്റ്റ്, അത് ഇന്ത്യയുടെയും ഏതാണ്ട് മധ്യഭാഗത്തൂടി കടന്നു പോകുന്നു. ആ രേഖയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ആ രേഖ കടന്നു പോകുന്ന പ്രദേശത്തെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം നമ്മൾ പരിശോധിച്ചാൽ ഗ്രീനിച്ച് സമയത്തിൽ നിന്ന് 5.5 മണിക്കൂർ മുന്നിലാണ്, അഥവാ 5.5 മണിക്കൂർ ഗ്രീനിച്ച് സമയത്തേക്കാൾ കൂടുതലാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചോദ്യം 58. 1 ഡിഗ്രി രേഖാംശത്തിന് തുല്യമായ സമയം എത്രയാണ്? 1 ഡിഗ്രി രേഖാംശത്തിന് തുല്യമായ സമയം എത്രയാണ്? എ 15 മിനിറ്റുകൾ, ബി 30 മിനിറ്റുകൾ, സി 4 മിനിറ്റ്, ഡി 1 മണിക്കൂർ. 2020 ഡിസംബറിൽ വന്ന ചോദ്യം നോക്കാം. ചോദ്യം 55. ഇന്ത്യയിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിയായിരിക്കുമ്പോൾ ജപ്പാൻ എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രി കിഴക്കാണ്. ജപ്പാനിലെ സമയം എത്രയായിരിക്കും? എ 1:30 PM, ബി 1:30 AM, സി 9 AM, ഡി 9 PM. ചോദ്യം നമ്പർ 54. പി എന്ന പ്രദേശത്തെത്തിയ കപ്പലിലെ കപ്പിത്താൻ ലണ്ടനിൽ നിന്ന് ഉച്ചയ്ക്ക് പ്രക്ഷേപണം ചെയ്ത റേഡിയോ ബുള്ളറ്റിൻ ശ്രവിക്കുന്നത് പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിക്കാണ്. കപ്പൽ സ്ഥിതി ചെയ്യുന്നത് ഏത് രേഖാംശീയ സ്ഥാനത്തായിരിക്കും? പി എന്ന പ്രദേശത്തെത്തിയ കപ്പലിലെ കപ്പിത്താൻ ലണ്ടനിൽ നിന്നും ഉച്ചയ്ക്ക് പ്രക്ഷേപണം ചെയ്ത റേഡിയോ ബുള്ളറ്റിൻ ശ്രവിക്കുന്നത് പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിക്കാണ്. കപ്പൽ സ്ഥിതി ചെയ്യുന്നത് ഏത് രേഖാംശീയ സ്ഥാനത്തായിരിക്കും? എ 75 ഡിഗ്രി കിഴക്ക്, ബി 75 ഡിഗ്രി പടിഞ്ഞാറ്, സി 90 ഡിഗ്രി കിഴക്ക്, ഡി 90 ഡിഗ്രി പടിഞ്ഞാറ്.